പാലാഴി പൊന്നങ്കോടുകുന്ന് ശ്രീ തൃക്കൈപ്പറ്റ മഹാക്ഷേത്രത്തിൽ നവംബർ 18 മുതൽ ക്ഷേത്ര ഉത്സവം നടന്നുവരികയാണ്. നവംബർ 26 സമാപിക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികളാണ് ക്ഷേത്രാങ്കണത്തിൽ നടന്നുവരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകോവിലുള്ള ക്ഷേത്രമായ തൃക്കൈപ്പറ്റ മഹാക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. പ്രധാനമായും ശ്രീകോവിലിന് മുകളിൽ ചെമ്പ് പതിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കലവറ നിറയ്ക്കൽ, ഘോഷയാത്രകൾ, താന്ത്രിക, ആധ്യാത്മിക, കലാ സാംസ്കാരിക പരിപാടികൾ എല്ലാം ഉത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. നവംബർ 19 മുതൽ 23 വരെ യജുർവേദ മുറജപം നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഉത്സവത്തിന് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി സർവ്വസൈന്യാധിപനായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ്. കാരണം താരകാസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു സർവ്വസൈന്യാധിപനായിട്ടുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയാണ്. 7 അടി വിഗ്രഹം. കേരളത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ശ്രീകോവിലാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ വിഗ്രഹം എന്ന് തന്നെ പറയാം. 7 അടിയാണ് ഇവിടുത്തെ വിഗ്രഹം. മറ്റു ഭാഗത്തുള്ള ഇടവൊക്കെ വെച്ചിട്ടാണ് അഭിഷേകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം പ്രധാനമായിട്ട് ഷഷ്ടി എല്ലാ മാസവും കഴിക്കുന്നുണ്ട്. അതിൽ തുലാമാസത്തിലെ ഷഷ്ടിയുടെ സ്കന്ധഷഷ്ടിയായിട്ട് അതിനും പ്രാധാന്യമാണ്. അതുപോലെ തന്നെ ഉത്സവം ഇപ്പം കഴിക്കുന്നത് വൃശ്ചിക മാസത്തിലെ ഷഷ്ടി കുമാരഷഷ്ടിക്കാണ് കഴിക്കുന്നത്. ഈ ഷഷ്ടി നമ്മൾ നോക്കുന്നു മറ്റതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഒന്നാമത് നമ്മൾ പറയുന്നത് എന്ത് കാര്യവും ഈപ്സിത സിദ്ധി എന്നാണ് പറയുന്നത്. നമ്മൾ എന്തെന്ന് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് നടത്തി തരുന്ന ഒരു ഭഗവാനാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തി. പക്ഷേ ഇതിന് പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം മേൽക്കൂടെ ചെമ്പ് കഴിയാനുണ്ട്. അതുപോലെ തന്നെ നാലമ്പലത്തിന്റെ പണി നടക്കാനുണ്ട്. ബാക്കിയൊക്കെ പ്രതിഷ്ഠ ഇപ്പം കഴിഞ്ഞ വർഷം കഴിഞ്ഞു. ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞ 24 മെയ്യിലാണ് പ്രതിഷ്ഠ ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പം ചെമ്പ് വേലാണ്, ശ്രീകോവിലിന്റെ ചെമ്പ് വേലാണ് കാര്യമായിട്ട് നടന്നത്. ശുദ്ധിക്രിയകൾ, ഭഗവതി സേവ, ഗണപതി ഹോമം, പഞ്ചകം, നവകം, പഞ്ചഗവ്യം തുടങ്ങിയവ നവംബർ 24 മുതൽ 26 വരെയാണ് നടക്കുക. ഉദയാസ്തമയ പൂജയാണ് മറ്റൊരു പ്രധാന പരിപാടി. അത് 18 നമ്മളെ കലവറ നിറയ്ക്കലായിരുന്നു. 18 കലവറ നിറയ്ക്കൽ അതിഗംഭീരമായിട്ട് നടന്നു. അതിന് ശേഷം 19 മുതൽ പുല്ലൂർമണ്ണ കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഇവിടെ മുറജപം നടന്നുകൊണ്ടിരിക്കുന്നു. അത് 23 തീയതി വരെ മുറജപം നടക്കുന്നുണ്ട്. 23 വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം നമ്മുടെ MP രാഘവേട്ടൻ, പിന്നെ MLA തോട്ടത്തിൽ രവീന്ദ്രൻ, കേരള സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണ നമ്പൂതിരി തുടങ്ങിയ പങ്കെടുക്കുന്നവർ, ഒരുപാട് നമ്മുടെ പ്രദേശത്തുള്ള വിശിഷ്ട വ്യക്തികൾ ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. 24 തീയതി മുതൽ നമ്മുടെ തരണനെല്ലൂർ പരമനാഭൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഇവിടെ പൂജാധികാരികൾ, ഒരുപാട് ക്ഷേത്രത്തിന്റെ പണികളൊക്കെ ഒരുപാട് നടക്കാനുണ്ട്. ചെമ്പ് മെയ്യുന്ന പണികളൊക്കെ ഒരുപാട്, ഏറ്റവും ചുരുങ്ങിയത് 1 കോടി രൂപ ക്ഷേത്രത്തിന്റെ ചെമ്പ് മേയാൻ മാത്രം ഇവിടെ ആവശ്യമുണ്ട്. അതിലേക്ക് നമ്മള് പിരിവ് ഒരു എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റിന് 1500 രൂപ വെച്ചിട്ട്, സാധാ ജനങ്ങളെ ആണല്ലോ നമ്മളെ നാട്ടിലുള്ളത്, അപ്പോൾ അവരുടെ ഒരു ചെമ്പ് ഷീറ്റിന് 1500 രൂപ വെച്ചിട്ട് ഷീട്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മേൽക്കൂരയുടെ പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയും ചെമ്പ് വരാനുണ്ട്. ചെമ്പ് വന്ന് ഇപ്പം ഉത്സവം ആയതുകൊണ്ട് പണി നിർത്തി വെച്ചതാണ്. ഇനി ബാക്കിയുള്ള പണികളൊക്കെ നടത്തിയാൽ നമ്മളെ ഈ ശ്രീകോവിലിന്റെ പണി അത്യാവശ്യം പൂർത്തിയായി എന്ന് പറയാം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി പൈക്കാട്ട് നാരായണൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുന്നത്. വലിയ ഭക്തജന പങ്കാളിത്തത്തോടെ ക്ഷേത്രോത്സവം പുരോഗമിക്കുകയാണ്. ഉത്സവം പ്രധാനമായിട്ടും 3 ദിവസമായിട്ടാണ് വരുന്നത്. നവംബർ
24, 25, 26 ദിവസങ്ങളിൽ. ഇവിടെ ശ്രീകോവിലിൻ്റെ പണി പൂർണ്ണമായി തീരാത്തതുകൊണ്ടും നാലമ്പലം, വലിയ ബലിക്കല്ല് തുടങ്ങിയ പ്രാകാരങ്ങളൊന്നും തന്നെ വരാത്തതുകൊണ്ടും ഉത്സവം, കൊടിയേറ്റം അല്ലെങ്കിൽ മുളയിടൽ, പള്ളിവേട്ട, ആറാട്ട് തുടങ്ങിയ എല്ലാ ചടങ്ങുകളുടെയും നടത്തുക ഇപ്പോൾ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭ നമ്പൂതിരിപ്പാടുമായി കൂടിയാലോചിച്ച് വൃശ്ചിക മാസത്തിലെ ഷഷ്ടി, അതായത് കുമാരഷഷ്ടി ആറാട്ട് വരുന്ന രീതിയിൽ ഭാവിയിൽ ഉത്സവം നടത്തുമ്പോൾ ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ ഭക്തജന പ്രവാഹം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളോടെ ഉത്സവം നടത്തണം എന്ന അഭിപ്രായം ഭക്തജനങ്ങൾ ഉള്ളതുകൊണ്ടാണ് നവംബർ മാസം 18 മുതൽ 26 വരെ 9 ദിവസങ്ങളിലായി ഈ ചടങ്ങുകൾ നടത്തുന്നത്. പ്രധാനമായും 19 മുതൽ 23 വരെ ക്ഷേത്രത്തിലെ ദേവന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുറജപമാണ് നടത്തുന്നത്. യജുർവേദ മുറജപം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 23-ന് സമാപിക്കും. അന്ന് വൈകുന്നേരം സാംസ്കാരിക സമ്മേളനമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോഴിക്കോട് MP ശ്രീ MK രാഘവൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ കേരള സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമിയാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. തോട്ടത്തിൽ രവീന്ദ്രൻ, ആചാര്യ AKB നായർ തുടങ്ങിയ മഹത് വ്യക്തികളും സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററും ചെയർമാനുമായ ശ്രീ TV ചന്ദ്രൻ, മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ എന്നിവർ കൂടി ആ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. ഇതുകൂടാതെ 23-ഉം 24-ഉം തീയതികളിൽ പ്രാദേശിക സമിതികളുടെ ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായ ഘോഷയാത്രകളും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. 24, 25, 26 തീയതികളിലാണ് തന്ത്രിയുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട താന്ത്രിക ചടങ്ങുകളെല്ലാം നടക്കുന്നത്. 24-നും 25-നും താന്ത്രിക ക്രിയകൾ, ശുദ്ധിക്രിയകളും ഒക്കെ നടക്കുകയാണ്. 25-ന് വൈകുന്നേരം ഭഗവതി സേവയും സർപ്പബലിയും നടത്തുന്നു. 26-ന് രാവിലെ ഗണപതി ഹോമവും ഉത്സവം നടത്തുന്നതിന് സമാനമായ അല്ലെങ്കിൽ തുല്യമായ ഫലം ലഭിക്കുന്ന വിധത്തിൽ ഉദയാസ്തമന പൂജയും നടത്തുന്നുണ്ട്. ഷഷ്ടി ദിവസമായ 26-ന് ഉച്ചയ്ക്ക് ഷഷ്ടിയോട്ടോടുകൂടി സമാപിക്കും. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ പ്രാദേശികവും അല്ലാത്തതുമായ കലാകാരന്മാർ പങ്കെടുക്കുന്ന വളരെ ഗംഭീരമായ സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്.